പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ലെങ്കിലും അഞ്ചാം ഘട്ടവും പൂർത്തിയായതോടുകൂടി ആറാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. ദില്ലിയിൽ ആറാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം ഊർജിതമാക്കുന്നു ആം ആദ്മി പാർട്ടി. മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ സിഗ്നേച്ചർ ക്യാമ്പയിന് ദില്ലി മേയർ ഷെല്ലി ഒബ്രോയ് നേതൃത്വം നൽകി. മോദി സർക്കാരിനെതിരായ ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണത്തിൽ ദില്ലി ജനതയും പങ്കാളികളാകുന്ന കാഴ്ചയാണ് കണ്ടത്. മെയ് 25 നടക്കുന്ന ആറാം ഘട്ട വോട്ടെടുപ്പിന്റെ പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ദില്ലിയിൽ വ്യത്യസ്തമായ പ്രചാരണത്തിനാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം നൽകുന്നത്. ജയിലിന് മറുപടി വോട്ടിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടുള്ള സിഗ്നേച്ചർ ക്യാമ്പയിന് ദില്ലി മേയർ ഷെല്ലി ഒബ്രോയ് നേതൃത്വം നൽകി. പ്രധാന മാർക്കറ്റുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പ്രചാരണത്തിന് ദില്ലി കരോൾ ബാഗ് മാർക്കറ്റിൽ തുടക്കമായി. വോട്ടർമാരെ നേരിട്ട് കണ്ട് അവരുടെ ഒപ്പ് ശേഖരിച്ച് പിന്തുണ ഉറപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി. ഞാൻ കെജ്രിവാളിനെ പിന്തുണയ്ക്കുന്നു എന്നെഴുതിയ ബോർഡിൽ അവർ ഒപ്പിട്ട് ഐക്യദാർഢ്യം അറിയിച്ചു. എതിർശബ്ദങ്ങളെ അടിച്ചമർത്തി പ്രതിപക്ഷ പാർട്ടി നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്ന മോദിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ പൊതുജന പിന്തുണ തേടുകയാണ് ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നതെന്നും ഏകാധിപതിയായ മോദിക്കെതിരായ രോഷം ജനങ്ങളിൽ പ്രകടമാണെന്നും ദില്ലി മേയർ ഷെല്ലി ഒബ്രോയ് പ്രതികരിച്ചു. और भारतीय जनता पार्टी का जो तानाशाह पूरे देश में चल रहा है, अब जनता उसका जवाब देने को बिल्कुल तैयार है. इस बार जनता जो है जेल का जवाब वोट से देने को तैयार है. ദില്ലിയിലെ എല്ലാ മാർക്കറ്റുകളിലും ക്യാമ്പയിൻ ശക്തമാക്കാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. ദില്ലിയിൽ മെയ് 25 നടക്കുന്ന വോട്ടെടുപ്പിൽ 4 സീറ്റിൽ ആം ആദ്മി പാർട്ടിയും 3 സീറ്റിൽ കോൺഗ്രസും മത്സരിക്കുമ്പോൾ വലിയ വിജയപ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി. ജയിൽ കാ ജവാബ് വോട്ട് സേ. അടിച്ചമർത്തലുകൾക്കെതിരെ ഉറച്ച ശബ്ദമാവുകയാണ് ദില്ലിയിലെ ജനത. ക്യാമറാമാൻ സഞ്ജയ്ക്കൊപ്പം സ്വാതി സന്തോഷ്, കൈരളി ന്യൂസ്.